നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യാതൊരു രീതിയിലുള്ള ഒരു ഇൻട്രഡക്ഷനും വേണ്ടാത്തൊരു ഫാമിലിയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് കേൾക്കാൻ ഇഷ്ടമുള്ള ജോയ്ഫുൾ 6 അവരുടെ പാട്ടുകൾ നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളൊക്കെ ഇഷ്ടംപോലെ സ്ഥിരമായി കേൾക്കുന്ന പാട്ടുകളാണ് അവരുടെ എല്ലാവരുടെയും. ഇന്ന് നമുക്ക് സെഷൻ എടുക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്മിത ചേച്ചിയാണ്. സിജിൻ ചേട്ടൻ്റെ ഒരു ചെറിയ ഇൻകൺവീനിയൻസ് മൂലം നമുക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. സ്മിത ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, സ്മിത ചേച്ചി ഈ പറഞ്ഞ പോലെ ഈ പറയാൻ പോകുന്ന 6 കുട്ടികളുടെ അമ്മയാണ്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരി ചേച്ചി ആക്ച്വലി വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ കോളേജ് ഓഫ് ഡയറി സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലിയും ചെയ്യുകയാണ്. അത് കൂടാണ്ട് ഈ 6 കുട്ടികളും ഈ ഒരു ജോലിയും കൂടാണ്ട് ചേച്ചിക്ക് ഇന്ന് PhD ചെയ്യാനുള്ള അവസരം കൂടെ കിട്ടി. നാളെ പുള്ളിക്കാരി ജോയിൻ ചെയ്യാണ് ആദ്യമായിട്ട്. അപ്പം ഇത്രയും വലിയൊരാളാണ് ഇന്ന് നമുക്കിന്ന് സെഷൻ എടുക്കാൻ പോകുന്നത്. സുധ ചേച്ചി, ഓവർ ടു യു. ആൾമാറി പോയി. സ്മിത ചേച്ചി ഇവിടെ ഉണ്ടോ? ഹലോ, ഓക്കെ, നമുക്ക് ചെറിയൊരു ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. സ്മിത ചേച്ചി, ഹലോ, അടിപൊളി. സ്മിത ചേച്ചി കേൾക്കാവോ ഞങ്ങളെ? ഹലോ, ഹലോ ചേച്ചി, ഞങ്ങൾക്ക് ഒരു വലിയ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ, കേട്ടായിരുന്നോ? കണക്ഷൻ പോയി ഇടയ്ക്ക് പെട്ടെന്ന്. ഓക്കെ. ഹലോ, ഹലോ, കേൾക്കാവോ ഇപ്പൊ ഞങ്ങളെ? കേൾക്കുന്നുണ്ട്. അടിപൊളി. ഷെജിൻ ഇപ്പൊ തന്നെ എത്തിയിട്ടേ ഉള്ളൂ. ഷെജിൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഓക്കെ, അടിപൊളി. അപ്പം ഷെഞ്ചന ചേച്ചി, ഞങ്ങളാണ് ജീസസ് യൂത്ത് അലൈൻ. ഞങ്ങളിപ്പോ നിങ്ങളെ കുറിച്ച് വലിയ ഇൻട്രൊഡക്ഷൻ ഇവിടെ പറഞ്ഞു തീർത്തതേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരെ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഈ എന്താ പറയാ, ചില ഇൻട്രൊഡക്ഷൻസ് നമ്മൾ കേൾക്കരുതെന്ന് പോലും ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പറയാം. പക്ഷെ നമ്മൾ അതിനുള്ള ആൾക്കാരൊന്നും ഇല്ല. നമ്മൾ വളരെ സിമ്പിൾ ഫെയ്ത്തിന് ഉടമകളാ. കേൾക്കാവോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാന് ഇന്ന് 1-ാം തീയതി എന്നുള്ള കാര്യം വിട്ടുപോയി. അതായത് ഭയങ്കര ബ്ലോക്ക് ആയിപ്പോയി വഴിയില്ല. അപ്പൊ ഞാൻ സ്മിതനെ വിളിച്ചു പറഞ്ഞു, സ്മിത തയ്യാറായിക്കോ, അലൈനിലെ കർത്താവിനെ പിൻചെല്ലുന്ന കുറെ നല്ല മനുഷ്യർ അലൈനിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു, അവരെ അഡ്രസ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചതാ. അപ്പൊ എന്താ പറയാ, ജോയ്ഫുൾ ഒരു സെഷൻ എന്നതിനേക്കാളൊക്കെ ഉപരി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ കുഞ്ഞു സംഭവങ്ങൾ നിങ്ങളോട് പറയാം എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്. ജോയ്ഫുൾ ഇപ്പോ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ നമുക്ക് ഏറ്റവും തടസ്സമായിരിക്കുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഏറ്റവും പേടി തോന്നുന്നത് എപ്പോഴാണ്? നമ്മള് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഈശോയുടെ പ്രമാണങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ ഈശോയുടെ ഇഷ്ടം അന്വേഷിക്കാതെ എന്റെയും നിന്റെയും നമ്മളുടെയും ഇഷ്ടം മാത്രം നമ്മൾ അന്വേഷിക്കുന്ന സമയങ്ങളിൽ ഈശോയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസോ ആ ഫ്രീഡമോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദ ട്രൂത്ത് ഇസ് ദാറ്റ് വി ആർ ഹിസ് ചിൽഡ്രൻ. നമ്മൾ ഈശോയെ ദൈവത്തിന്റെ പുത്രിയാണ് എന്നുള്ള ആ ഒരു വലിയ ട്രൂത്ത് നിലനിൽക്കെ തന്നെ നമുക്ക് ആ ഒരു ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ ആ സ്വാതന്ത്ര്യവും ആ ഒരു വലിയ ഹൃദയത്തിൽ അനുഭവിക്കേണ്ട ഒരു ആനന്ദവും ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ, ഇപ്പൊ ഇവിടെ ഇതിനകത്ത് അപ്പച്ചന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്. നമ്മുടെ കുട്ടികള് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളോട് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സാധനം അവര് ചെയ്തു കഴിഞ്ഞാൽ അവര് നമ്മളുടെ മുമ്പിൽ വന്ന് സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കില്ല. ഉള്ളതാണോ? അവര് ഇങ്ങനെ സ്കൂട്ടായി ഇങ്ങനെ പോവുകയുള്ളൂ. ഇത് തന്നെയാണ് ദൈവസന്നിധിയിൽ നടക്കുന്നത്. നമ്മുടെ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി എന്നൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ കർത്താവിന്റെ ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നമ്മുടെ ഹൃദയത്തില് വന്ന് ഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഊന്നി ജീവിക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവിനോട് ചേർന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ
ഒരു വചനമുണ്ട്, സഭാപ്രസംഗകൻ 2:26. മലയാളം നമ്മൾ എടുത്തു, ഇംഗ്ലീഷ്. സഭാപ്രസംഗകൻ 2:26 വചനം. അത് ഇപ്പം വചനം കൃത്യമായിട്ട് ഞാൻ പറയാം. ആനന്ദം കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നവരെ ആനന്ദം നമുക്ക് കർത്താവ് നൽകും. അത് എപ്പോഴാന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തില് ഒരു ജോയ്ഫുൾ വിറ്റ്നസിങ്ങിന് ഞങ്ങൾ എന്നും ശ്രദ്ധിക്കാറുണ്ട്. ഈശോയുടെ സന്നിധിയിൽ ഈശോയുടെ കൂടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾ കണ്ടെത്തിയ ഒരു ഭയങ്കര ജോയ് ഉണ്ട്. ആ ജോയ് പരമാവധി അത് ഞങ്ങളിലൂടെയും ഞങ്ങളുടെ മക്കളിലൂടെയും ഒക്കെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാനായിട്ട് പലപ്പോഴും ഞങ്ങൾ അത് വളരെ കോൺഷ്യസ്ലി ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ സഭാപ്രസംഗകൻ 2:26 വചനം എങ്ങനെയാ പറയുന്നത്? തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആനന്ദം കിട്ടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുമ്പോൾ, ദൈവത്തിനെ പ്രസാദിപ്പിക്കുമ്പോൾ മാത്രമാണ്. അതല്ലാതെ നമുക്ക് തോന്നുന്ന ആനന്ദങ്ങൾ പലതും ആക്ച്വലി ആനന്ദങ്ങളല്ല. വളരെ ഇപ്പൊ നമ്മള് യേശു തരും ആനന്ദം അത് സ്വർഗീയ ആനന്ദം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് നമ്മൾ സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം എല്ലാവരോടും ചോദിക്കും, ആനന്ദമാണോ സന്തോഷമാണോ വലുത്? എന്താ, രണ്ടും ഒരേ വാക്കല്ലേ ബേസിക്കലി. ആനന്ദമാണോ സന്തോഷമാണോ വലുത്? പക്ഷെ ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന വളരെ വളരെ ചെറിയ സമയത്തേക്ക് മാത്രം അവശേഷിക്കുന്ന എന്തോ ഒന്നിനെ വിളിക്കുന്ന പേരാണ് പലപ്പോഴും സന്തോഷം. പക്ഷെ എന്നും നിലനിൽക്കുന്ന, നമുക്ക് ഏറ്റവും നഷ്ടത്തിലായിരിക്കുമ്പോഴും നമുക്ക് ഏറ്റവും വേദനിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ആ ഒരു നിലനിൽക്കുന്ന ആനന്ദമാണ്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ്, സന്തോഷത്തിന്റെ ഫീലിങ്ങിനെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയാം. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ റെക്സ്പാലിലെ ബീന ചേച്ചി ഒരിക്കൽ ഒരു ഷെയറിംഗിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. ഞാൻ അന്നൊന്നും എനിക്ക് അതിന്റെ ആഴമൊന്നും മനസ്സിലായിരുന്നില്ല. അതായത് ചേച്ചിയുടെ ആദ്യത്തെ കുഞ്ഞ് വയറ്റിൽ വെച്ച്, അതായത് ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോവാണ്. ലാസ്റ്റ് നിമിഷത്തിലാണ് അറിയുന്നത് ആദ്യത്തെ കുഞ്ഞും വയറിനകത്ത് വെച്ച് തന്നെ മരിച്ചു എന്നുള്ളത്. അപ്പൊ ചേച്ചി പറയുന്നുണ്ട്, ഞാൻ ശരിക്കും അങ്ങേയറ്റം ബ്രോക്കണായി തകർന്നു പോകേണ്ട ഒരു സമയത്ത് ഞാൻ ഏറ്റവും അധികം സന്തോഷവും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വളരെ കൂളായിട്ട് ഒരു ആനന്ദവും സമാധാനവും ഞാൻ ഫീൽ ചെയ്തു എന്ന് ചേച്ചി ഫസ്റ്റ്. ഇപ്പോഴും ഞാൻ ഇത് ഒരു 20 വർഷം മുമ്പ് കേട്ട ഷെയറിങ്ങിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഈ എന്നും നിലനിൽക്കുന്ന ഈ ഒരു സന്തോഷം, ഈ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഏറ്റവും നഷ്ടപ്പെടുന്ന സമയങ്ങളിലും ഏറ്റവും വേദനിക്കുന്ന സമയങ്ങളിലും ആ ഒരു ആനന്ദത്തിന്റെ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ദൈവ സാന്നിധ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഈ ജോയ്ഫുൾ 6 എന്നുള്ള പേരൊക്കെ കർത്താവ് ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട പേരോ ഒന്നുമല്ലായിരുന്നു ഇതൊക്കെ. പെട്ടെന്ന് എന്താ പറയാ, യൂട്യൂബിൽ പേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഇരുന്ന് പയ്യൻ ചോദിക്കുക, ചേട്ടാ നിങ്ങളുടെ മുഖത്തൊക്കെ എന്തൊരു സന്തോഷം, എന്തൊരു ആനന്ദ, എന്താ പേരിടണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇവനത് ചോദിച്ച വഴിക്ക് എനിക്ക് ഒട്ടും താമസിക്കേണ്ടി വന്നു. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ജോയ്ഫുൾ 6 ഇട്ടേക്കാൻ പറഞ്ഞു. പക്ഷെ പരിശുദ്ധാത്മാന്റെ വലിയ ദൈവനിവേശിതം എന്നൊക്കെ പറയുന്ന പോലെ ആ സമയത്ത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് തന്ന ഒരു പേര് മാത്രമാണത്. പക്ഷെ ഇന്ന് എന്താ പറയാ, 1 കോടി മനുഷ്യര് ആ പാട്ട് കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകൾ, കുട്ടികളുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ പലരുടെയും ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം ഉണ്ടാവുന്നു എന്നൊക്കെ കേൾക്കുമ്പോ എന്താ പറയാ, ആനന്ദത്തിന്റെ സുവിശേഷകരാകാൻ കർത്താവ് ജോയ്ഫുൾ 6നെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനൊരു അടിസ്ഥാനപരമായ ഒരു കാരണം കൂടിയുണ്ട്. ഈ പാട്ടുകളൊക്കെ ഇവർ പാടുന്നതിന് മുമ്പ് ഇവർക്ക് ഒരു സ്പിരിച്വൽ ഒരു ഒരുക്കമുണ്ട്. ആ ഒരുക്കത്തിൽ ഇവർ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും കർത്താവ് 2-3 കാര്യങ്ങളാണ് ഇവർ പ്രാർത്ഥിക്കുക. ഇവർ എല്ലാ ദിവസവും രാത്രി 9 തൊട്ട് 9:30 വരെ ഇവർക്കൊരു എല്ലാ ദിവസവും ജോയ്ഫുൾ 6ന് വേണ്ടി മാത്രമായിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 4-5 മാസങ്ങളേ ആയിട്ടുള്ളൂ. അതിനു മുമ്പൊക്കെ പാട്ട് പാടാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പൊക്കെ ഇവര് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഈ നാളുകളിലൊക്കെ അവരുടെ പ്രാർത്ഥനയിൽ വന്ന വ്യത്യാസം ഞാൻ കണ്ടത് ഇതാ, കർത്താവെ ഞങ്ങൾക്ക് കിട്ടിയ, ഞങ്ങൾ ഈ വലിയ വീട്ടിലായിരിക്കുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കാൻ 7 പേരുണ്ട്, ഒരാളെ സ്നേഹിക്കാൻ 7 പേരുണ്ടെന്ന് അവർ പറയും. ആ 7 പേര് അനുഭവിക്കുന്ന വലിയ സന്തോഷം ഞങ്ങൾക്ക് നീ തന്ന താലന്തുകളിലൂടെ മറ്റുള്ളവര് അനുഭവിക്കാൻ, മറ്റുള്ളവര് ആ ഒരു ജോയ് അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ എന്നാണ് അവർ പ്രത്യേകമായിട്ട് എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം.
പിന്നെ രണ്ടാമത്തെ കാര്യം അവർ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾ പാടുമ്പോൾ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തില് ദൈവത്തിനൊരു സ്ഥാനം, ദൈവത്തിനൊരു പ്രയോറിറ്റി, ദൈവത്തിനൊരു സന്തോഷം, ദൈവത്തെ കുറിച്ച് അവരൊന്ന് ഓർക്കാൻ അവരെ ഇത് സഹായിക്കട്ടെ എന്നുള്ള ഒരു പ്രയർ അവര് സ്ഥിരം പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കാം ഇവരുടെ പാട്ടിന് അങ്ങനെ ഒരു സന്തോഷം നൽകാനായിട്ട് സാധിക്കുന്നത്. ബേസിക്കലി ഇപ്പൊ ഞങ്ങൾ വീടിന്റെ അകത്തായാലും ഒത്തിരി സമയം ഞങ്ങൾ എന്താ പറയാ, ഞങ്ങളുടെ ഒരു ഫാമിലി ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷത്തിന്റെ തന്നെയാണ്. ഞങ്ങൾ എന്താ പറയാ, കുറെ ചളി അടിക്കാനും എല്ലാം ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ, പക്ഷെ എന്താ പറയാ, ആ ഒരു കർത്താവ് നൽകുന്ന ഒരു ആനന്ദം വീടിന്റെ അകത്ത് നമുക്ക് വളരെ ശക്തമായിട്ട് അത് ഫീൽ ചെയ്യാറുണ്ട്. എന്ന് കരുതി ഞങ്ങള് എന്താ പറയാ, പിള്ളേരെ വഴക്ക് പറയാറുണ്ട്, അവരെ അടിക്കാറുണ്ട്, ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, സ്മിതയും ചെയ്യാറുണ്ട് അല്ലേ സ്മിത? അപ്പൊ ഇതൊക്കെയാണെങ്കിൽ കൂടെ കർത്താവിന്റെ വലിയ ഒരു ആനന്ദം കുടുംബത്തിൽ അലതല്ലുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ആനന്ദം നൽകും എന്ന വചനം ഞാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓവർ ടു സ്മിത. എല്ലാവർക്കും ന്യൂ ഇയറിന്റെ ആശംസകൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഷിജിൻ പറഞ്ഞതിനോട് ഞാൻ കുറച്ച് ആഡ് ചെയ്യാം. അതായത് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ ആലോചിക്കുകയാണ്, എന്റെ കല്യാണത്തിന്റെ ഒക്കെ സമയത്ത് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു പേടിയാണ്. നമ്മളിങ്ങനെ ഒരു കല്യാണം കഴിക്കുമ്പോൾ ഇപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ നമ്മൾ രണ്ട് മൂലയിൽ ഇങ്ങനെ കൈകൂപ്പിരുന്ന് പ്രാർത്ഥന, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെയാണ്. അപ്പോ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിലർ വിചാരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ സഹനം, സ്പിരിച്വൽ നമുക്ക് അതിനോട് അടുക്കാനായിട്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് സ്പിരിച്വലായ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ എന്താ പറയാ സഹനങ്ങളൊക്കെ വരും. അപ്പൊ അത് കുറച്ചുകൂടെ മെച്യൂരിറ്റി ഒക്കെ ആയിട്ട് സഹിക്കാനുള്ള ഒരു ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് സ്പിരിച്വൽ ആകാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് പൊതുവെ ഇപ്പൊ ഞാൻ വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ കോളേജിൽ പഠിക്കുമ്പോൾ ഗ്രൂപ്പിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് യൂഷ്വലി ആ ഒരു ഏജിലുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ്, അത് കർത്താവ് നേരിട്ട് ഇതേക്കുറിച്ച് പറഞ്ഞ ഒരു അനുഭവം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്ഫുൾ ആകും. കാരണം ഞങ്ങൾക്കിപ്പോ 6 മക്കള് ആണുള്ളത്. അപ്പൊ 5ാമത്തെ മോള് ജനിച്ചതിന് ശേഷം മോന് ഒരു 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് 6ാമത് മോനെ പ്രഗ്നന്റ് ആവുന്നത്. അപ്പൊ അവനെ പ്രഗ്നന്റ് ആയി ഞാൻ ബെഡ് റെസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് എനിക്ക് വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു, ഗവൺമെന്റ് സെക്ടറിൽ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഇടയ്ക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഹയർ ഒരു ജോബാണ് ഈ വെറ്ററിനറി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പോസ്റ്റ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ കിട്ടുന്നത് വളരെ ദൂരെ, ഞങ്ങൾ തൃശ്ശൂർ വളരെ കംഫർട്ടബിൾ ആയിട്ട് കഴിയുമ്പോൾ വളരെ ദൂരെ വയനാട് പൂക്കോട് യൂണിവേഴ്സിറ്റിയിലാണ് കിട്ടുന്നത്. അപ്പം പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്ടെന്ന് ഇമീഡിയറ്റ്ലി ഇങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുമ്പോൾ നമ്മുടെ കംഫർട്ട് സോണും നമ്മൾ അപ്പം ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് അതിൽ നിന്നൊക്കെ നമ്മൾ അതെല്ലാം തകിടം മറിയുന്ന, എല്ലാം കുഴഞ്ഞു മറിയുന്ന രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്കൊരു ഡൗട്ട് വന്നത്, ശരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടാവോ ഈ ജോലി സ്വീകരിക്കാൻ? പക്ഷെ എനിക്ക് മുന്നേ മെസ്സേജ് ഉണ്ടായിരുന്നു, ഹയർ ജോലി കിട്ടുന്ന മെസ്സേജ് ഉണ്ട്, എന്നിട്ട് പോലും നമ്മൾ ചിന്തിക്കുകയാണ് ഒരു പക്ഷേ മീൻസ് ഇപ്പൊ ദൈവം ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മോന്റെ ബെഡ് റെസ്റ്റ് ആയിട്ടിരിക്കുന്ന, ട്രാവൽ ചെയ്യാൻ പറ്റില്ല, അപ്പൊ ഇത്രയും ദൂരത്ത് യാത്ര ചെയ്ത് പോകണം, അതും മലയാണ്. അപ്പൊ എങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്നിച്ച് പ്രാർത്ഥിച്ചത് എന്താ ചെയ്യേണ്ടത്, അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഡിസിഷൻ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ, അതായത് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ പലപ്പോഴും ഒരു ഡിസിഷനിൽ എത്താൻ പോകുമ്പോൾ അത് തെറ്റാണെങ്കിൽ ആരെങ്കിലും ഇടപെട്ട് ആരിലൂടെയെങ്കിലും നമുക്ക് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടും. അത് ശരിയാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് പോകും, അതായത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട്. അപ്പൊ അന്നൊരു മെസ്സേജ് ഇതുപോലെ നമുക്ക് വളരെ പ്രയർഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇന്ന് ഒരു മെസ്സേജ് കിട്ടി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു അറ്റത്ത് നിൽക്കുകയാണ് ഡിസിഷൻ മേക്കിങ്ങിന്. എന്നിട്ട് പറഞ്ഞു, കർത്താവ് 2 അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഈ വർഷം തന്നിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന, കുഞ്ഞിനെ എടുത്തിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, സിവിയർ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് കുട്ടി പോയി എന്ന് വിചാരിച്ച് പിന്നീട് അവനെ തിരിച്ചു കിട്ടിയതാണ്. ഫുൾ സ്റ്റോറി ഞാൻ പറയുന്നില്ല, നമുക്ക് സമയം അത്ര ഇല്ലാത്തതുകൊണ്ട്. അപ്പോ മെസ്സേജ് ഇതായിരുന്നു, നിങ്ങൾക്കൊരു ഒന്നാമത്തെ അനുഗ്രഹം, നിങ്ങൾക്കൊരു കുട്ടിയെ തന്ന് തിരിച്ചെടുത്തിട്ട് വീണ്ടും ഞാനത് തിരിച്ചു തന്നു
എടുത്തൊരു കുട്ടിയെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്ന ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത് ഒരു ഉയർന്ന ജോലി, വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഒരു സംശയമില്ല, രണ്ടാമത്തെ ഒരു ഉയർന്ന ജോലി തന്നിട്ടുണ്ട്, ഒരു സംശയമില്ലാതെ. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു മെസ്സേജും കൂടെ ഉണ്ടായിരുന്നു. അതായത് പലപ്പോഴും നമുക്ക് ദൈവം ഇങ്ങനെ അനുഗ്രഹം തന്നുകൊണ്ടേയിരിക്കും, പക്ഷെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന, നമുക്ക് അതിൽ വരുന്ന, അതായത് നമ്മൾക്ക് ഷിഫ്റ്റ് ചെയ്യണം, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, കുറെ കാര്യങ്ങൾ റീഅറേഞ്ച്, അങ്ങനെയുള്ള നമുക്ക് ശരീരം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഒരു ആത്മാവിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നില്ല. അപ്പൊ നമുക്ക് ശരീരം ഉള്ളത് കൊണ്ട് തന്നെ ലോകത്ത് ജീവിക്കും, നമുക്ക് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഈ അനുഗ്രഹം മറന്നു പോകും. അതാണ് ക്ലിയർ ആയിട്ട് മെസ്സേജ് വന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ദൈവം ഒരു കാര്യം നമുക്ക് അനുഗ്രഹമായിട്ട് വലിയൊരു ഗിഫ്റ്റ് തരുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആ അനുഗ്രഹത്തെ കുറച്ച് കാട്ടരുത് ഒരിക്കലും എന്ന് കർത്താവ് പറഞ്ഞു പ്രത്യേകം. അപ്പം ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഒരു നമ്മളിപ്പോ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കർത്താവ് തരുന്ന ഓരോ അനുഗ്രഹവും നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാം. ഇല്ലെങ്കിൽ നമുക്കത് ഒരു സന്തോഷവും ഇല്ലാതെ ഇങ്ങനെ ആകെ ദുഃഖിച്ച് അങ്ങനെ സ്വീകരിക്കാം. ഓക്കെ, അപ്പം പലപ്പോഴും നമുക്ക് ഈ എന്താ പറയാ ഫിസിക്കലി വരുന്ന ബുദ്ധിമുട്ടുകൾ കാരണം പല അനുഗ്രഹങ്ങളും നമ്മൾ അതിന്റെ ഫുൾനെസ്സിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന അത്രയും ജോയ്ഫുൾ ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ മാനുഷികമായ ഇതുകൊണ്ടായിരിക്കാം സാധിക്കുന്നില്ല. അപ്പൊ അതിൽ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടി, കർത്താവ് സംസാരിച്ചത് കൊണ്ട് നമ്മൾക്ക് കൃത്യമായി നമ്മൾക്ക് പിടികിട്ടി. എന്നിട്ട് ഇങ്ങനെ കൂടെ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ജോലിയിൽ പോയി ജോയിൻ ചെയ്യുക, പക്ഷേ ഈ രണ്ട് കാര്യത്തിൽ പ്രയോറിറ്റി ഉദരത്തിലുള്ള ശിശുവാണ്. കാര്യം ലോകത്തിന്റെ ഒരു രീതിയിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന പലപ്പോഴും ജോലിക്കായിരിക്കും, മേ ബി വേറെ ഒരു കാര്യത്തിനായിരിക്കും, ഒരു സ്ഥാനത്തിനായിരിക്കാം, അല്ലെങ്കിൽ പൈസക്കായിരിക്കും, അല്ലെങ്കിൽ വീടിനായിരിക്കാം. അപ്പൊ കർത്താവ് പറഞ്ഞ പ്രയോറിറ്റി മാറരുത്, രണ്ടും അനുഗ്രഹമാണ്, പക്ഷെ അതിൽ പ്രയോറിറ്റി കൂടുതൽ ഉദരത്തിൽ വെച്ചിരിക്കുന്ന കുഞ്ഞിനാണ്. അതുകൊണ്ട് ആ കുഞ്ഞിന്റെ കാര്യത്തിന് എല്ലാ സുരക്ഷയും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക എന്നുള്ള രീതിയിലൊരു മെസ്സേജ് കിട്ടും. അത് ജസ്റ്റ് ഒരു ഉദാഹരണം പറയാണ്. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പൊ ഇതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ മറ്റാളുകൾ, നമ്മൾ സ്പിരിച്വലി അല്ലാതെ ഉള്ള ആളുകളും നമ്മുടെ ഫാമിലിയിലുള്ളവരും പുറത്തുള്ളവരും ജോലിയിൽ കൂടുതലുള്ള കൊളീഗ്സിനും ഒക്കെ പിടികിട്ടണം എന്ന് നിർബന്ധമില്ല ഇത്. കാര്യം കർത്താവ് നമ്മളോടാണ് സംസാരിച്ചത്. വ്യക്തിപരമായി കർത്താവ് നമ്മളോട് സംസാരിക്കുകയും കൃത്യമായി ഇത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു പറയുകയും ചെയ്യുമ്പോൾ ചില സമയത്തെങ്കിലും നമുക്കിത് കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനോ പറ്റണം എന്നില്ല നമുക്ക്. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ 100% ഉറപ്പ് നമുക്ക് അല്ലെങ്കിലും അറിയാം. ഇപ്പൊ ഒരാളോട് ഉപദേശം ചോദിച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ് അടുത്ത ആൾ പറയും. അപ്പൊ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ചോദിക്കുമ്പോൾ 50-50 രണ്ട് അഭിപ്രായം പറഞ്ഞ് ആകെ കൺഫ്യൂഷനെ അവസാനം നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു, പിന്നീട് അത് കുഴപ്പമാകുമ്പോൾ മറ്റേ ഗ്രൂപ്പ് പറയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് പറയും. അപ്പൊ ഇതാണ് യൂഷ്വലി നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. ഡിസിഷൻ മേക്കിങ്ങും കൺഫ്യൂഷനുമാണ് മനുഷ്യന്റെ ആകെയുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. ആ ഒരു പ്രശ്നം ഉണ്ടായത് നമ്മള് ഇപ്പൊ ബൈബിളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയാം, ആദ്യ മാതാപിതാക്കൾ സ്വന്തമായൊരു തീരുമാനം ദൈവത്തോട് ചോദിക്കാതെ എന്നെടുത്തോ, അതായത് ദൈവം പറഞ്ഞു പഴം കഴിക്കരുതെന്ന് പറഞ്ഞു, സിംബോളിക് ആണെങ്കിൽ കൂടെ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞു, അപ്പൊ അത് സ്വന്തമായ ഡിസിഷൻ എടുത്തു ചോദിക്കാതെ. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ഒരു പ്രശ്നമാണ്. കാര്യം അത് അപ്പൊ ഇതിനകത്ത് നമുക്ക് ജോയ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള ഒരേ ഒരു അഡ്വാൻറ്റേജ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അവിശ്വാസിയെക്കാളും വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാര്യം നമുക്ക് ഉറപ്പായി കർത്താവ് നമ്മളോട് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ലോകം മുഴുവൻ പറയുന്നത് തെറ്റാണ്, ഇതിങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഇത് ശരിയല്ല, ഇത് വളരെ തെറ്റാണെന്ന് പറഞ്ഞാലും കർത്താവ് നമ്മളോട് പറയാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ നമുക്ക് 100% ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പൊ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമുക്കൊരു 100% ഉറപ്പ് വേണം. അതുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് മറുപടി കിട്ടാത്തത്. കാരണം പെട്ടെന്ന് ചിലപ്പോൾ നമുക്കൊരു മറുപടി കിട്ടിക്കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ച് കിട്ടിയാൽ നമുക്ക് അത്ര ഉറപ്പ് കിട്ടണമെന്നില്ല ആ കാര്യത്തിൽ. പക്ഷെ നമ്മൾ കുറെ പ്രാർത്ഥിച്ച് അടയാളം ചോദിച്ച് അവസാനം നമുക്ക് 100% ഉറപ്പാകും ഇതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ ഒരു കാര്യം സ്വീകരിച്ചു കഴിഞ്ഞ് പിന്നീട് ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കറിയാം എനിവേ ഐ ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്, ഇത് തന്നെയാണ് എനിക്കുള്ളത്, പക്ഷെ ഞാൻ ഇതിൽ കൂടെ കടന്നു പോകണമെന്നാണ് കർത്താവ്. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ആവും, ഇതായിരുന്നു എന്റെ ഡിസിഷൻ, ഇത് ശരിയായിരുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയോ, ഇങ്ങനെയുള്ള എന്താ പറയുക കുറെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ പിന്നെ നമ്മുടെ കൂടെയുള്ള കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ജോയ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ഷെജിൻ വളരെ ബേസിക്കലി ജോയ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ കുറച്ചും കൂടെ ഞാൻ കോളേജിലൊക്കെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെ, അപ്പൊ കുറച്ചും കൂടെ ഒരു സീരിയസ് മീൻസ് അങ്ങനെ എപ്പോഴും ഇങ്ങനെ ജോയ്ഫുൾ ആയിട്ട് ഇരിക്കണം എന്നില്ല. പക്ഷെ നമ്മുടെ കമ്പനി, നമ്മുടെ ജോയ്ഫുൾ കമ്പനി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
മീൻസ് എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും